സൗദി അറേബ്യയിലെ ബിഷയിൽ കാസർഗോഡ് സ്വദേശി വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായതായി സൂചന. സൗദി സ്വദേശികളാണ് അറസ്റ്റിലായത് എന്നാണ് വിവരം. പ്രതികളുടെ മറ്റ് വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൗമാരക്കാരായ രണ്ടുപേരാണ് പ്രതികളെന്ന് വിവരമുണ്ട്. കാസർഗോഡ് ബന്തെടുക്ക സ്വദേശി എം ബഷീറാണ് കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിച്ചത്. ബിഷയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ റാനിയ ഖുർമ റോഡിൽ ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. കഴിഞ്ഞ 13 വർഷമായി സൗദിയിലുള്ള ബഷീർ 5 മാസം മുൻപാണ് പുതിയ വിസയിൽ വീണ്ടും എത്തിയത്. ഇവിടെ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ശനിയാഴ്ച രാത്രി തന്റെ വാഹനം തുടച്ച് വൃത്തിയാക്കുന്നതിനിടയിലാണ് മറ്റൊരു വാഹനത്തിലെത്തിയ അക്രമി സംഘം ബഷീറിന് നേരെ വെടിയുതിർത്തത് എന്നാണ് വിവരം. അടുത്തുണ്ടായിരുന്നവർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബഷീർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബഷീറിന്റെ മരണം സംഭവിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. മൃതദേഹം ബിഷയിലെ കിങ് അബ്ദുള്ള ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം ബഷീറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ. മൃതദേഹം സൗദി അറേബ്യയിൽ തന്നെ സംസ്കരിക്കണമെന്ന് ബഷീറിന്റെ ബന്ധുക്കളിൽ ചിലർ പറഞ്ഞതായും വിവരങ്ങളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. നസ്റിൻ ബീഗമാണ് ബഷീറിന്റെ ഭാര്യ. മറിയം, ഹല, മുഹമ്മദ് ബിലാൽ എന്നിവരാണ് മക്കൾ. സാമൂഹിക പ്രവർത്തകരായ അബ്ദുൽ അസീസ് പതിപ്പറമ്പനും മുജീബ് സഖാഫിയും ചേർന്നാണ് ബഷീറിന്റെ ബാക്കിയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുന്നത്.